ഹായ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ഉച്ചനേരമാണ്, വലിയ സന്തോഷ നിമിഷമാണ്. രാജ്യം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ സംഘത്തലവൻ നമ്മുടെ ഒരു മലയാളിയാണ്, പാലക്കാട്ടുകാരനാണ്. കേരളത്തിന്റെ ആകാശത്തോളം അഭിമാനിക്കാൻ വകുപ്പുണ്ട്. അപ്പോൾ സല്യൂട്ട് ഡിയർ പ്രശാന്ത് ബ്രോ. പ്രശാന്ത് അടക്കം ബാക്കി 4 പേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവർ നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രാജ്യത്തെ ശതകോടി വരുന്ന മനുഷ്യരുടെ ഒക്കെ അഭിമാനം ബഹിരാകാശത്തോളം എത്തിക്കാൻ കെൽപ്പുള്ളവരാണ്. ആ ദൗത്യത്തെ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ളവരാണ്. അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. പിന്നെയുള്ള വാർത്തകൾ: ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം, പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗത്തിൽ എന്താണ് ഉണ്ടാവുക, CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ പോകുന്നു, റോഡ് ഷോ, പിന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ വിധി, പരമാവധി ശിക്ഷയാണോ എന്ന കോടതി തീരുമാനം അല്പസമയത്തിനകം ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇന്ന് ഉണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെ കുറെ പറയാനുണ്ട്. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ പതിവ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, നമ്മുടെ റിപ്പോർട്ടർമാർ നമ്മുടെ പ്രേക്ഷകരോട് കാര്യങ്ങൾ നേരിട്ട് പറയുന്ന, തലക്കെട്ടുകൾ നേരിട്ട് പറയുന്ന സമയമാണ്. ഹെഡ്ലൈൻസ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തെ നയിക്കാൻ മലയാളി, അഭിമാനം വാനോളം ഉയർത്തി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ദൗത്യ സംഘത്തലവൻ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. VSSCയിൽ നടന്ന ചടങ്ങിൽ ദൗത്യ സംഘാംഗങ്ങളെ പരിചയപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി ജനങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന പദ്ധതിയെന്ന് പ്രധാനമന്ത്രി. പാലക്കാട് സ്വദേശി പ്രശാന്ത് നായർക്ക് അഭിനന്ദന പ്രവാഹം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത്. കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അല്പസമയത്തിനകം പങ്കെടുക്കും. PC ജോർജിന്റെ ജനപക്ഷം BJP-യിൽ ലയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. KS ഹംസയും ജോയ്സ് ജോർജും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചേക്കാം. CPI സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി. ഒരിക്കലും BJP ജയിക്കില്ല. BJPക്ക് ഒരിക്കലും നിലനിർത്താനാകാത്ത 20 MPമാരെ മാത്രം ജയിപ്പിക്കാൻ കഴിയുന്ന ഈ കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട യുദ്ധക്കളം വിട്ട് രാഹുൽ ഗാന്ധി ഓടി വരുമ്പോൾ എന്താ അർത്ഥം? ഞങ്ങൾ ഇടതുപക്ഷം ആ ചോദ്യം പോസ്റ്റ് ചെയ്തു. മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഒരു വിലയുമില്ലെന്ന ബിനോയ് വിശ്വം. മുസ്ലിം ലീഗിനെ ഇപ്പോൾ LDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശരിയല്ലെന്നും 24 ആൻസർ പ്ലീസിൽ പ്രതികരണം. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ വിലയിരുത്തി പാണക്കാട് മുസ്ലിം ലീഗ് യോഗം. സാദിഖ് അലി തങ്ങളെ വിവരങ്ങൾ അറിയിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാജ്യസഭാ സീറ്റ് നൽകണമെന്ന നിർദ്ദേശത്തിൽ നാളെ വീണ്ടും ചർച്ച. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗും രംഗത്ത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് എന്തുകൊണ്ട് വധശിക്ഷ നൽകിക്കൂടെന്ന ഹൈക്കോടതി. പ്രതികൾ നടത്തിയത് നിഷ്ഠൂരവും പൈശാചികവുമായ കൊലപാതകം. പ്രതി KC രാമചന്ദ്രന് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞിട്ടും കുറ്റബോധമില്ലെന്ന ജയിൽ റിപ്പോർട്ട്. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന ഹർജിയിൽ വാദം തുടരുന്നു. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട മൂന്നാറിൽ ജനരോഷം തണുപ്പിക്കാൻ വനം വകുപ്പിന്റെ അനുനയ നീക്കം. മരിച്ച ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറി. കുടുംബാംഗങ്ങൾക്ക് ജോലിക്ക് ശുപാർശ. മക്കളുടെ പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കും. അക്രമകാരിയെ കാട്ടാന പടയപ്പയെ കാട് കയറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP-യുടെ നിരാഹാര സമരം. മാസപ്പടി എക്സാലോജിക് വിഷയങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. കേസുകളിൽ BJP CPM ഒത്തുതീർപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിവാദങ്ങൾക്കിടയിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും. 15 രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. UP-യിൽ അട്ടിമറി സാധ്യത. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ സമാജ്വാദി പാർട്ടി ചീഫ് വിപ്പ് മനോജ് പാണ്ഡ്യെ രാജിവെച്ചു. SP MLA-മാർ കൂറുമാറിയെന്ന് സ്ഥിരീകരിച്ച് അഖിലേഷ് യാദവ്. കർണാടകയിൽ BJP-യിലും വിമത നീക്കങ്ങൾ. വോട്ടെണ്ണൽ വൈകിട്ട് 5-ന്. തൊഴിലുറപ്പ് പദ്ധതിക്കിടെ ഒപ്പിട്ട് DYFIയുടെ മനുഷ്യച്ചങ്ങലയ്ക്ക് പോയ മേൽനോട്ടക്കാർക്ക് സസ്പെൻഷൻ. നടപടി നേരിട്ടത് പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ 3 പേർ. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന LDF. പരാതി നൽകിയത് കോൺഗ്രസ് BJP അംഗങ്ങൾ. മുഹമ്മദ് ഷമയ്ക്ക് 2020 ലോകകപ്പ് നഷ്ടമാകും. കളത്തിൽ തിരിച്ചെത്താൻ ദീർഘനാളെടുക്കുമെന്ന UK-യിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇന്ത്യൻ പേസർ. ഷമയ്ക്ക് പരിക്കേറ്റത് ഏകദിന ലോകകപ്പിനിടെ. വനിതാ പ്രീമിയർ ലീഗിൽ 2ാം ജയത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്നിറങ്ങും.
ഗുജറാത്ത് ജയൻസിനെതിരായ മത്സരം രാത്രി 7:30. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊക്കെയാണ് ഇവിടെ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ട്. സംക്ഷിപ്തമായി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അബി തോമസ്, അഞ്ജന എസ്, PR നന്ദനൻ, ഷഫീർ മണ്ണാർക്കാട്, ലെനീഷ് ബാബു, ഗ്രേസി സബാസ്റ്റൻ, റിൻസി മാനുവൽ, ടിനു വർഗീസ്, ദക്ഷ ദീപ്തി, ഐഷു ജസീർ അടക്കം ഷാജി മാത്യു, വിപിൻ ബെന്നി, അബീഷ് അഷഫും ബെന്നി കോശിയും ഒക്കെ ഒരുപാട് പേർ പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാവരുടെയും പേര് വായിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മധ്യാഹ്നം നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായി പ്രശാന്ത് ബി നായരെ തിരഞ്ഞെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് പാലക്കാട് നെന്മാറയിലെ ജന്മനാട്. പ്രശാന്തിൻ്റെ മുത്തശ്ശി അടക്കമുള്ള ബന്ധുക്കൾ 24-നോട് ആ സന്തോഷം പങ്കുവച്ചു. നെന്മാറയിൽ നിന്നും നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്തിന് അഭിമാനമാകുന്ന ഗഗൻയാൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 4 പേരിൽ ഒരാൾ പാലക്കാട്ടുകാരൻ, നെന്മാറ സ്വദേശിയാണ്. ഇപ്പോൾ കെ ബാബു MLA അടക്കം അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ, പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ വീടിന് മുന്നിൽ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അവരെല്ലാവരും. ഇപ്പോൾ കുടുംബാംഗങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല, നാട്ടുകാരാണുള്ളത്. പക്ഷെ അവർ തന്നെ ആഘോഷമാക്കി മാറ്റുകയാണ്. അവിടെ എത്രത്തോളം സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ട് അങ്ങേക്ക്? ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിട്ടുള്ള ആളുകളിൽ പലരുമാണ് നമ്മളൊക്കെ. പക്ഷേ ഇന്ത്യയിൽ ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഈ ഗഗൻയാൻ എന്ന ദൗത്യത്തിൽ നെന്മാറയിൽ നിന്നും നാടറിയുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലെ അഭിമാനമായി, രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുന്ന ശ്രീ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പോകുന്നു എന്നറിയുമ്പോൾ അതിയായ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും 2024 ജൂൺ മാസത്തിലാണ് GX ദൗത്യവുമായി ആകാശ ദൗത്യത്തിലേക്ക് പോകുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോൾ നെന്മാറയിലെ ജനാവലിയുടെ വലിയ സ്വീകരണം അദ്ദേഹത്തിന് ഞങ്ങൾ ഒരുക്കും. അത് ഈ നാടിൻ്റെ അഭിമാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ആരംഭിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാരും ഇപ്പോൾ ഇവിടെ ഇല്ല എങ്കിൽ പോലും ആ കുടുംബത്തിന് മുന്നിൽ നിന്ന് ആ സന്തോഷത്തിൽ അവരോടൊപ്പം ഞങ്ങൾക്ക് പങ്കുചേരാൻ കഴിയുന്നു എന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതാണ് പ്രശാന്തിൻ്റെ വീട്. കഴിഞ്ഞ ദിവസമാണ് രക്ഷിതാക്കളൊക്കെ തിരുവനന്തപുരത്തേക്ക് പോയത്. ഈ അമ്മയ്ക്കൊക്കെ ചെറുപ്പം മുതൽ അറിയാം പ്രശാന്തിനെ. ഇവിടെ വരുമ്പോഴൊക്കെ ഓടി അങ്ങോട്ട് വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ എന്താ? അന്ന് കഴിഞ്ഞ് ബാഗ് വെച്ച് ഓടി വരുന്നവിടുന്ന് വാർത്ത കേട്ടപ്പോൾ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയും. അത്രയും സന്തോഷം എന്ന് വലിയ സന്തോഷം. ഞങ്ങളൊക്കെ അറിയുന്നൊരു കുട്ടി, ഞാൻ എന്നെയും കെട്ടിപ്പിടിച്ച് വളർന്ന കുട്ടി, അവൻ എവിടെയോ എത്തി എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയല്ലേ. എന്താണ് നാട്ടുകാർക്ക്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒന്ന്, അതിലുപരി ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്. ഞങ്ങളെ നെന്മാറ വേലയാണ് ഇവിടെ അടുത്ത് നടക്കാൻ പോണത്. അതിലേറെ വലിയൊരു ഉത്സവം നടന്ന മാതിരിയാണെന്ന് ഞങ്ങളുടെ നെന്മാറക്കാർക്ക് കാരണം വലിയൊരു സന്തോഷം. കാരണം പ്രശാന്തിനെ മാതിരിയുള്ള ആളുകൾ നെന്മാറയിൽ നിന്നും വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നെന്മാറ വേലയുടെ വെടിക്കെട്ടും ഉത്സവത്തിൻ്റെ ആനയും കണ്ടു കാണും. അതിനുപരി സന്തോഷിക്കാൻ ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നെന്മാറ ദേശത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവിധ നെല്ലിക്കുളത്തി അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ മാതിരി ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ഉത്സവ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ നെന്മാറയിൽ വൻ സ്വീകരണങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ എത്തിച്ചേർന്നതിനും കൂടെ ഞങ്ങൾ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ 4 പേരിൽ നമ്മുടെ പ്രശാന്തിനെ തെരഞ്ഞെടുത്തു വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ടെലിവിഷനിലൂടെ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പ്രശാന്തിന് ഇപ്പോൾ നാട്ടിലേക്കൊന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവർ. ഒരു വലിയ സ്വീകരണം തന്നെ ഒരുക്കണമെന്നാണ് MLA അടക്കം പറയുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് 3:30 വിധി പറയും. പ്രതികൾക്ക് എന്തുകൊണ്ട് വധശിക്ഷ നൽകിക്കൂടാ എന്ന് ഹൈക്കോടതി ചോദിച്ചു. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിലെ തുടർവാദത്തിനിടെയാണ് കോടതിയുടെ ചോദ്യം. പ്രതികൾ TP ചന്ദ്രശേഖരനുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാടകക്കൊലയാളികളാണെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ്. വിഷ്ണു, 3:30 തന്നെ വിധി പ്രതീക്ഷിക്കാമോ? വാദത്തിനിടെ പ്രോസിക്യൂഷൻ പ്രതിഭാഗവും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്താണ് കോടതിയിൽ ഉണ്ടായത് വിഷ്ണു? കാശ്മീർ 3:30 തന്നെ വിധി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പറഞ്ഞു വെക്കുന്നത്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. അതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ടി കെ രാമചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ഏറെ നാൾ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. ഇപ്പോഴും ഒരു കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്ന പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പക്ഷേ നടന്നത് രാഷ്ട്രീയ പ്രസംഗം മാത്രം എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വിശദീകരണം. ഇന്നലെ ഈ പ്രതികൾക്ക് ശിക്ഷ കുറച്ച് നൽകേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെല്ലാം
പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചിരുന്നു. അതിനെല്ലാം നഖശിഖാന്തം എതിർക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. കോടതിയും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ കേസിൽ കഴിഞ്ഞ ദിവസം പ്രതി അല്ലെങ്കിൽ ഈ ശിക്ഷ വിധിച്ച ആളുകളുണ്ട്. കെ കൃഷ്ണനും അതോടൊപ്പം തന്നെ ജ്യോതി ബാബുവും. ഇവർക്ക് രണ്ടുപേർക്കും പ്രായം വളരെ കൂടുതലായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് ഇത്തരത്തിൽ വധശിക്ഷ നൽകേണ്ടതുണ്ടോ, ഇവർക്ക് വധശിക്ഷ നൽകണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. മറ്റൊന്ന്, ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് നിരന്തരമായി പരോളുകൾ അനുവദിച്ചിരുന്നു. ഈ പരോളിൽ പോകുന്ന പ്രതികൾ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു. ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്ക് വീണ്ടും എങ്ങനെയാണ് പരോൾ സർക്കാർ നൽകിയത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതികൾക്ക് എല്ലാവരും ഗൂഢാലോചന 1 മുതൽ 7 വരെയുള്ള പ്രതികളിൽ കൃത്യമായി ഗൂഢാലോചന ഉൾപ്പെടെ അല്ലെങ്കിൽ അത് തെളിഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് വധശിക്ഷ നൽകിക്കൂടെ എന്നൊരു നിർണായകമായ ചോദ്യം കോടതി ഈ പ്രതിഭാഗത്തോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ വാദപ്രതിവാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നു. അതിൽ 3:30 ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി വരും. ഇതിനിടയിലാണ് കെ രമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഇന്ന് രാവിലെ വന്നത്. അവർ വ്യക്തമാക്കിയത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന വാദത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു. അപ്പോഴും വധശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് തനിക്കത് ആഗ്രഹമില്ല. കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് തരത്തിലുള്ള ശിക്ഷ ഉണ്ടാകരുത്. പ്രതികൾക്ക് ജയിലിൽ അവർ ഒരു തരത്തിലും പുറത്തിറങ്ങാത്ത രീതിയിൽ ജയിലിൽ കഴിയണം. പരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ജയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാം വീട് പോലെയാണ്. അവർ നിരന്തരം പ്രതികൾക്ക് സർക്കാർ പരോൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. അവർ അവിടെ വളരെ സുഖലോലുപത എല്ലാം അനുഭവിച്ചാണ് കഴിഞ്ഞിരുന്നത്. അക്കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാനാവില്ല. അത്തരത്തിലൊരു ശിക്ഷയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നായിരുന്നു കെ രമയുടെ പ്രതികരണം പുറത്തു വന്നത്. ഒരു 3:30 അഡ്വക്കേറ്റ് ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാരും അതോടൊപ്പം തന്നെ കൗസർ എടപ്പകത്തും അധ്യക്ഷന്മാരായ ബെഞ്ച് ഈ കേസിൽ വിധി പറയുക. നേരത്തെ ജീവപര്യന്തമാണ് കോഴിക്കോട് കോടതി ഈ പ്രതികൾക്ക് വിധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് കൂടുതൽ അന്ന് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലുണ്ടായ വാദത്തിലാണ് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് ആ കുറ്റം ഉൾപ്പെടെ ചുമത്തിയത്. തുടർന്ന് ഈ 2 പേരെ കൂടി ഈ ശിക്ഷ അനുഭവിക്കുന്ന പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു. അതുകൊണ്ട് ആ പശ്ചാത്തലങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ കേസിൽ ഒരു ശിക്ഷ ഉയർത്തണവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധി ഉണ്ടാകുക. പരമാവധി ശിക്ഷ വേണമെന്ന നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ. എന്നാൽ പ്രതികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അവരുടെ പ്രായം പരിഗണിക്കണം, അതുകൊണ്ട് ശിക്ഷ പരമാവധി കുറച്ചു നൽകണമെന്ന നിലപാടാണ് പ്രതിഭാഗം സ്വീകരിക്കുന്നത്. വാദിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സാധാരണമാണെന്ന് തന്നെ വാദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്, പക്ഷേ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട് എന്ന് തുടങ്ങിയ അതിനെ വളരെ നോർമലൈസ് ചെയ്യാൻ നീക്കം അവിടെ ഉണ്ടായി. കോടതി അതിൽ രൂക്ഷ മറുപടി കൊടുത്തു. അപ്പോൾ ഇത് സാധാരണമാണെന്ന് കരുതുന്നതാണ് പ്രശ്നം. എന്തുകൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വധശിക്ഷ നൽകിക്കൂടാ എന്ന കോടതിയുടെ ആ ചോദ്യം നൽകുന്ന സൂചന എന്താണ്? അത് ശിക്ഷാവിധിയിലേക്കുള്ളൊരു ഡയറക്ഷൻ, ഇപ്പോൾ കോടതിയുടെ പരമാധികാരമാണെങ്കിൽ കൂടിയും ഡയറക്ഷൻ എന്ന നിലയ്ക്ക് ആ ചോദ്യത്തെ കാണാൻ കഴിയുമോ വിഷ്ണു? ഹാഷ്മി, ഏറെക്കുറെ അങ്ങനെ തന്നെ കണക്കാക്കാം. കാരണം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമല്ല, കേരളത്തിൽ ഇതിനു മുമ്പ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ കൃത്യമായി ഗണ്ണിക്കുക കോടതി നേരിട്ട്, പ്രോസിക്യൂഷൻ പോലുമല്ല, കോടതി നേരിട്ട് അതിനെ ഗണ്ണിക്കുകയായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ശിക്ഷകൾ കുറഞ്ഞു പോകുന്നതാണോ? അങ്ങനെയെങ്കിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കി ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരുത്താനുള്ള ശ്രമം വേണം എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതൊരു പക്ഷേ പരമാവധി ശിക്ഷ ഈ കേസിൽ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു ആദ്യ സൂചനയായി കണക്കാക്കാം. പക്ഷേ എന്താണ് ഇക്കാര്യത്തിൽ കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? അതിനിടയിൽ കോടതി പറഞ്ഞ മറ്റൊരു വാദമാണ് ഒരല്പം സംശയം ഉളവാക്കുന്നത്. അതായത് ഈ കേസിൽ അവസാനം ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് ജ്യോതി ബാബു അതോടൊപ്പം തന്നെ കെ കൃഷ്ണനും. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്നലെ പ്രതിഭാഗം വ്യക്തമാക്കിയിരുന്നു. കോടതിയും അത് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി തന്നെ ചോദിച്ചിരുന്നു, ഇത്രയും പ്രായമുള്ള ആളുകൾക്ക് വധശിക്ഷ നൽകണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടൊരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും കോടതി സ്വീകരിക്കുക എന്ന നിലപാട് അറിയാൻ 3:30 വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഏറ്റവും അവസാനം കോടതി പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, ഈ വളരെ നിസ്സാരമായി രാഷ്ട്രീയ കൊലപാതകങ്ങളെ കാണുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് പരിഹരിക്കാൻ പരമാവധി ശിക്ഷ ഉറപ്പാക്കി അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താനുള്ള ശ്രമം ഉണ്ടാകണമെന്നാണ് കോടതി പറഞ്ഞത്. അതൊരു സൂചനയായി ഈ ഘട്ടത്തിൽ കണക്കാക്കാനും സാധിക്കും. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം നിഷ്ഠൂരമായ കൊലപാതകമാണ് കേരളം കണ്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളിൽ ഒന്നാണ്. എല്ലാ കൊലപാതകങ്ങളും നിഷ്ഠൂരം തന്നെയാണ്. അപ്പോൾ അതിൽ പരമാവധി ശിക്ഷ ഉള്ള വാദം പൂർത്തിയായി 3:30 അതിൻ്റെ വിധി പ്രഖ്യാപനം ഉണ്ടാവുക. ഒരു ഘട്ടത്തിൽ കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് പരമാവധി ശിക്ഷ കൊടുത്തുകൂടാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പരമാവധി ശിക്ഷ കൊടുക്കാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ എന്ന് പ്രതിഭാഗത്തോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കോടതിയുടെ മനസ്സിലെന്നറിയില്ല. 3:30 വിധി പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും തോമസ് മാത്തൻ എന്ന പ്രേക്ഷകൻ പറഞ്ഞു തൂക്കുകാർ കൊടുക്കണം എന്ന് പറയുകയാണ്. ഇന്നലെ
ഈ പറയുന്ന പ്രതികളൊക്കെ അവരുടെ കുടുംബത്തെ പറ്റി, അവരുടെ പ്രായമായ മാതാപിതാക്കളെ പറ്റി, മക്കളെ പറ്റിയൊക്കെയാണ് വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണങ്ങളായി പ്രതികൾ പറഞ്ഞത്. ടി.പിക്കും കുടുംബം ഉണ്ടായിരുന്നു എന്ന് നില കെ. രമ പറഞ്ഞത് ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഉണ്ട്. ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നീതാഞ്ജലി ആർ പറയുകയാണ്, എൻ്റെ 1 വയസ്സുള്ള മകൾ ഹാഷ്മിയുടെ വലിയൊരു ആരാധികയാണ്. 3 മാസം പ്രായമുള്ളപ്പോൾ മുതൽ ഹാഷ്മിയുടെ ശബ്ദം തിരിച്ചറിയുമായിരുന്നു. 6 മാസം മുതൽ സ്ക്രീനിൽ നിന്ന് താങ്കൾ പോയാൽ കരയാൻ തുടങ്ങി. അയ്യടാ കുഞ്ഞുഫാൻ. അല്പസമയത്തിനകം CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. സംസ്ഥാനത്ത് CPIM-ന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലെ LDF സ്വതന്ത്രൻ KS ഹംസയും ഇടുക്കിയിലെ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും CPIM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ 2 തവണയും പൊതു സ്വതന്ത്രനായിട്ടാണ് ജോയ്സ് ജോർജ് മത്സരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. ഷഫീദ്, പേരൊക്കെ പുറത്തു വന്നതാണ്. പേരൊക്കെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല അതത് മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് തുടക്കം പോലും കുറിക്കുന്നു. അപ്പോൾ ഇന്ന് MV ഗോവിന്ദൻ വരുന്നതും പാർട്ടി സെക്രട്ടറി നടത്തുന്നതും ഔപചാരികമായൊരു പ്രഖ്യാപനം അത്രയല്ലേ ഉള്ളൂ ഷഫീദ്? കാരണം ആ പേരുകളിലൊന്നും ഒരു മാറ്റത്തിനും സാധ്യതയില്ല. CPM മത്സരിക്കുന്ന 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ ധാരണയായതാണ്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇന്ന് വൈകിട്ട് അല്പസമയത്തുള്ള 3 മണിക്ക് AK സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്നത്. പക്ഷേ ഈ ഒരു വലിയ ഒരു താരനിരയെ CPM ഇറക്കുന്നുണ്ട്. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു PB അംഗം, ജില്ലാ സെക്രട്ടറിമാർ, ഒരു മന്ത്രി അടക്കം 4 പേർ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയിറങ്ങും. ആറ്റിങ്ങൽ ജില്ലാ സെക്രട്ടറി MLA-യുമായ B. ജോയി, കൊല്ലത്ത് M. മുകേഷ് MLA, പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് എന്നിവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് ആയിരിക്കും. ഇടുക്കിയിൽ മുൻ MP ജോയ്സ് ജോർജും സ്ഥാനാർത്ഥികളാകും. എറണാകുളത്തായിരുന്നു ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നത്. അത് KSTA ഭാരവാഹിയായിട്ടുള്ള KJ ഷൈൻ ആയിരുന്നു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ആയിരിക്കും മത്സരിക്കുക. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി K. രാധാകൃഷ്ണനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് PB അംഗം A. വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഹംസയെ പൊതുസന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനം. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും. വടകരയിൽ K. മുരളീധരനെതിരെ ജനകീയ മുഖമായ KK ശൈലജയാണ് CPM ഇക്കുറി പരീക്ഷിക്കുന്നത്. കണ്ണൂരിലും കാസർഗോഡും അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാർ കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് MV ബാലകൃഷ്ണനും മത്സരിക്കുമെന്നുള്ളതാണ് CPM സ്ഥാനാർത്ഥി പട്ടിക. ഇത് തന്നെയായിരിക്കും ഇന്ന് MV ഗോവിന്ദൻ പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യം പൊന്നാനിയിലെ പൊതുസുന്ദരൻ KS ഹംസ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്. ഇടുക്കി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചേക്കും. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ്, ഷഫീദ് റാവുത്തറാണ്. അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പേരുകളൊക്കെ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനിടയില്ല. കാര്യം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ സ്ഥാനാർത്ഥികൾ അവരുടെ റോഡ് ഷോ ഒക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫുൾ ഓണാണ് കേരളത്തിലല്ല രാജ്യത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വന്നാലും BJP കേരളത്തിൽ ജയിക്കില്ലെന്ന് പറയുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട്. മോഡിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഒരു വിലയുമില്ലെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. 24 ആൻസർ പ്ലീസ് പരിപാടിയിലാണ് വിമർശനം. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിവേകമില്ലായ്മയാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ജയിക്കില്ലെന്ന ആമുഖത്തോടെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ തുടക്കം. നരേന്ദ്രമോദി എത്ര തവണ വന്നിട്ടും കാര്യമില്ലെന്നും മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഒരു വിലയുമില്ലെന്നും പരിഹാസം. ഒരിക്കലും BJP ജയിക്കില്ല. BJPക്ക് ഒരിക്കലും നിലനിർത്താനാകാത്ത 20 MP-മാരെ മാത്രം ജയിപ്പിക്കാൻ കഴിയുന്ന ഈ കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട യുദ്ധക്കളം വിട്ട് രാഹുൽ ഗാന്ധി ഓടി വരുമ്പോൾ എന്താണ് അർത്ഥം? 3-ാം സീറ്റ് വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ലീഗിനെ ഇപ്പോൾ LDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നത് രാഷ്ട്രീയ പക്വതയില്ലാത്ത നടപടിയാകുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. മുസ്ലിം ലീഗിന് UDF-ൽ ഏറെക്കാലം തുടരാനാകില്ലെന്നും ബിനോയ് വിശ്വം. അങ്ങനെ തിരക്ക് പിടിച്ച് ലീഗിനെ ആ പക്ഷം വിട്ട് ഈ പക്ഷമാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ സംഭവിച്ചതെന്താ? അപ്പോൾ അതുകൊണ്ട് അപക്വമായിട്ടുള്ള പ്രസ്താവനകളോ ക്ഷണങ്ങളോ ഒന്നും ഗുണകരമായിരിക്കില്ല. തന്നെ അത് പാകപ്പെടും. മുഖ്യമന്ത്രി LDF-ന്റെ മുഖമായതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ നടക്കുന്നതും രാഷ്ട്രീയ ആക്രമണം. ഇതെല്ലാം രാഷ്ട്രീയമായി നേരിടും. LDF രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ മുഖം മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ നിർവീര്യമാക്കുക, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തീർക്കുക, അതൊക്കെ ഉള്ളത് രാഷ്ട്രീയ നീക്കമാണ്. ആ രാഷ്ട്രീയ നീക്കത്തെ അങ്ങനെ വേണം എതിർക്കാൻ. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിവേകമില്ലായ്മയാണെന്നും കുറ്റപ്പെടുത്തൽ. ഇടതുപക്ഷം ആ ചോദ്യം പോസ്റ്റ് ചെയ്തു. അവിടെ അറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ വിസ്ഡമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ വിവേകം, രാഷ്ട്രീയ ബുദ്ധി അത് പരീക്ഷിക്കപ്പെടുകയാണ്.
CPIM CPI ബന്ധം ഇപ്പോൾ നല്ല ഐക്യത്തിലാണെന്നും പരസ്പരം തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ രണ്ടു പാർട്ടികളും നീങ്ങുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 24 കോഴിക്കോട്. അപ്പോൾ നമ്മുടെ വാർത്തയാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗമൊക്കെ വന്നു, അത് കാരണം കുറേ സമയം അങ്ങനെ ആ വഴിക്ക് പോയി. എന്നാലും അതുകൊണ്ട് അധികം കമൻറ്റൊന്നും വായിക്കാൻ പറ്റില്ല കേട്ടോ, പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം. TP ചന്ദ്രശേഖരൻ വധം തെരഞ്ഞെടുപ്പ് വിഷയമായി ജനമെടുക്കില്ലെന്ന് വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ. വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും, എതിർ സ്ഥാനാർത്ഥി ആരെന്നതല്ല വികസനമാണ് പ്രധാനമെന്നും KK ശൈലജ 24നോട് പറഞ്ഞു. CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ട് 3 മണിക്കാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറെ, 3 മണിക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്നിരുന്നാൽ പോലും നേരത്തെ ചോദിക്കുകയാണ്, എന്താണ് ആദ്യ പ്രതികരണം? ഇത്തവണ വടകര പാർലമെൻറ്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. വളരെ നല്ല ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം. മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വെച്ചും ഇടതുപക്ഷം ജയിക്കണമെന്നുള്ളത് നാടിൻ്റെ ഒരു ആവശ്യകതയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മുടെ നിയോജക മണ്ഡലങ്ങളിലെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം പ്രശ്നം അത് അവിടെ ഉച്ചത്തിൽ സൂചിപ്പിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ MP-മാർ ഇവിടുന്ന് പോകണം. വളരെ രൂക്ഷമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ വികസന പ്രശ്നമുണ്ട്, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നമുണ്ട്. ഇതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് MP-മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇവിടെ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം വടകരയായിരിക്കും. പ്രത്യേകിച്ച് കരുത്തരായ 2 സ്ഥാനാർത്ഥികൾ. എതിർ സ്ഥാനാർത്ഥി K മുരളീധരൻ. എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ വ്യക്തിപരമായിട്ടോ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പറയുന്നത് പൊളിറ്റിക്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സ്ഥിതി. ഇവിടുന്ന് ജയിച്ച് ചെല്ലുന്ന MP-മാർ ഇതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ്റാണ്. BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോടടക്കം, കേരള ഗവൺമെൻറ്റിനോടടക്കം. അപ്പോൾ അതിനൊക്കെ എതിരായി ശക്തമായിട്ട് നിൽക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. കേരളത്തിൻ്റെ 20 മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണം. അപ്പോൾ അവിടെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്ലോക്ക് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും നന്നായിട്ട് ശക്തമായിട്ട് നിലകൊള്ളാൻ കഴിയുന്നൊരു ബ്ലോക്ക് വരും. കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ആരെയും ഞാൻ പറയുന്നില്ല, പക്ഷേ അത്ഭുതപ്പെട്ടു പോകുന്നു. കോൺഗ്രസിൻ്റെ MP-മാർ MLA-മാർ ഇവരെല്ലാം യാതൊരു മടിയുമില്ലാതെ BJP-യോടൊപ്പം പോവുകയാണ്. UDF വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് TP വധമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ പ്രശ്നം കോടതിയുടെ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. അത് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യകത അതിനില്ല. അപ്പോൾ കോടതി കുറ്റവാളികളെ കണ്ടെത്തും. അതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ടീച്ചർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ടീച്ചർ വലിയ ആത്മവിശ്വാസത്തിലാണ്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലീഗിന് 3ാം സീറ്റോ രാജ്യസഭാ സീറ്റോ നാളെയാണ് അറിയുക. മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് വാഗ്ദാനത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ നേതാക്കൾ സാദിഖ് അലി തങ്ങളെ ധരിപ്പിച്ചു. നാളെ അന്തിമ തീരുമാനമുണ്ടാകും. സീറ്റ് ആവശ്യവുമായി യൂത്ത് ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. 3ാം സീറ്റിന് പകരം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP എന്നിവർ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന കാര്യത്തിൽ തങ്ങളും തൃപ്തനാണ് എന്നാണ് വിവരം. അന്തിമ തീരുമാനമെടുക്കാൻ നാളെ മുസ്ലിം ലീഗ് നേതൃയോഗം പാണക്കാട് ചേരും. UDF-ൽ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആ പ്രപ്പോസൽ ഞങ്ങളിപ്പോൾ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടുത്ത് ക്ലിയറൻസ് വേണം, കോൺഗ്രസിന് ഹൈക്കമാൻഡിൻ്റെ വേണം. അതല്ലാതെ ഈ ഘട്ടത്തിൽ മറ്റൊന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ MPയെ മത്സരിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. നിലവിലെ മലപ്പുറം MP അബ്ദുസമദ് സമദാനിയെ പൊന്നാനിയിൽ നിന്ന് മത്സരിപ്പിക്കണോ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. യൂത്ത് ലീഗിന് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവറലി ഷിഹാബ് തങ്ങളും ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങളും സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തി. യൂത്ത് ലീഗിന്റെ ഒരു ആവശ്യം എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾ വരണമെന്ന് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അല്ല, നമുക്കൊരു പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ളത് എന്താണെന്നുള്ളത് നേതൃത്വം തീരുമാനിക്കട്ടെ. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. സിറ്റിംഗ് MP-മാർ മാറുകയാണെങ്കിൽ KM ഷാജിക്ക് അവസരം നൽകണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. 24 മലപ്പുറം. ജാനകി പറയുന്നുണ്ട്, ആര് ഭരിച്ചാലും സാധാരണക്കാരന് പോലെ മെച്ചം ഉണ്ടാവോ? വോട്ട് ചെയ്തും അടുത്തു, ഈ വട്ടം നോട്ടയ്ക്ക് ഊത്തണം എന്ന് പറയുകയാണ്.
ഞാൻ പറഞ്ഞ അത്തരം ജനാധിപത്യത്തിൽ അത്തരം നിരാശയ്ക്കുള്ള അടിസ്ഥാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സമ്മതിദാനം വളരെ പ്രധാനമാണ്. നമ്മളെ ആര് നയിക്കണം, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക ജനാധിപത്യത്തിൽ അതിപ്രധാനമാണ്. നിരാശയൊക്കെ ഉണ്ടാവുമെങ്കിലും നോട്ടയല്ല, പ്രധാനം സ്ഥാനാർത്ഥികൾ തന്നെയാണ്. കൊള്ളാവുന്ന ആരാണ് നമ്മളെ നയിക്കാൻ പ്രാപ്തർ എന്ന് നോക്കി അവർക്ക് വോട്ട് കുത്തൽ തന്നെ പ്രധാനമാണ് കേട്ടോ. ജാനകി ചേച്ചി, നടുക്കം മാറാതെ ഇടുക്കി. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം കൈമാറി. ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് വനംവകുപ്പിന്റെ നടപടി. സർവകക്ഷി യോഗത്തിന് പിന്നാലെ പ്രതിഷേധങ്ങൾ അവസാനിച്ചതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർച്ചയായുള്ള കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരമാകാതെ സുരേഷ് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും. തുടർന്ന് സർവകക്ഷി യോഗത്തിൽ മുന്നോട്ടുവച്ച ആശയങ്ങൾ വനംവകുപ്പ് പരിഗണിച്ചു. തുടർച്ചയായി ഈ 2 മാസത്തിനുള്ളിൽ 4ാമത്തെ ജീവനാണ് പൊളിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വികാരത്തോടൊപ്പം നിന്നുകൊണ്ട് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല, അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായം 10 ലക്ഷം രൂപ ഇന്ന് തന്നെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വൈഫിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അക്രമകാരികളായ കാട്ടാനകളെ പ്രദേശത്ത് നിന്ന് മാറ്റാൻ ശുപാർശ ചെയ്യും. ஆனா இந்த சாவு தான், இந்த அழுகை தான் கடைசியா இருக்கணும். என் வீட்டில் என் மருமக, என் பேரமாரு, என் பையன், இன்னொரு பையன் இருக்கிறான், என் பொண்ணு, என் பேத்தி, இந்த குடும்பமே எல்லாம் சேர்ந்து இந்த ஊரோட சேர்ந்து அழுகுறாங்க. ആക്രമണത്തിൽ പരുക്കേറ്റ എസക്കി രാജ, ഭാര്യ റെജീന, മകൾ പ്രിയ എന്നിവർ ചികിത്സയിലാണ്. ഒറ്റയാനാണ് ആക്രമിച്ചതെന്ന് റെജീന. யானை மேலேருந்து கிளானிக்கு வரையில் ரிவர்ஸ் வரையில் வேகமாக வந்து துமிச்சங்கைட்டு ஒரே அமுக்கிருச்சு. அமுக்கிட்டு இங்கிட்டு சாய்ச்ச உடனே அந்த அன்னை கீழே விழுந்துருச்சு. நாங்கள் வண்டிக்குள்ளேயே இருந்தோம். எங்கள் வீட்டுக்காரர் அந்த 2வது அமுக்கையில் அந்த குறுக்க കമ്പിയോட വിളുന്നിട്ടാറ്. സർവകക്ഷി യോഗ തീരുമാനത്തെ തുടർന്ന് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചു. 24 ഇടുക്കി. വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് മുൻപിൽ തീ കൊളുത്തി മരിച്ച US സൈനികൻ അന്തിമോപചാരം അർപ്പിച്ച ആയിരങ്ങൾ. US നാവികസേനാംഗമായ ആറോൺ ബുഷ്ണലാണ് ജീവനൊടുക്കിയത്. ഗസയിലെ യുദ്ധത്തിൽ പ്രതിഷേധിച്ചാണ് ആരോൺ ബുഷ്നൽ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ വെച്ച് തീ കൊളുത്തിയത്. പാലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന് മുദ്രാവാക്യം മുഴക്കി വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ട്വിച്ചിൽ ലൈവ് പോകുന്നതിനിടെ തീ കൊളുത്തുകയായിരുന്നു. ദേഹത്ത് തീ ആളിപ്പടരുമ്പോഴും വംശഹത്യയിൽ താൻ പങ്കാളിയാവില്ലെന്നും അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും ആരോൺ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തീയണച്ച് ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ദുരന്ത സംഭവമെന്നാണ് പെന്റഗൺ ഇതിനെ വിശേഷിപ്പിച്ചത്. വിഷയത്തിൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും പോലീസിന്റെയും അന്വേഷണം തുടരുകയാണ്. ആയിരങ്ങളാണ് ആരോൺ ബുഷ്നലിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ഡിസംബറിൽ അറ്റ്ലാന്റയിലെ ഇസ്രായേലി കോൺസുലേറ്റിന് മുന്നിലും ഒരാൾ തീ കൊളുത്തി പ്രതിഷേധിച്ചിരുന്നു. യുദ്ധത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്നതിൽ അമേരിക്കയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇസ്രായേൽ കുരുതി 30,000 നിരപരാധി ജീവനെ എടുത്തുകൊണ്ട് അങ്ങനെ വളരെ സജീവമായി വളരെ കരുത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. അപ്പോൾ അതിൽ വേദനിക്കുന്ന പല മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ഒരു ഇസ്രായേൽ സൈനികൻ തന്നെ അദ്ദേഹത്തിൻ്റെ വേദന പ്രകടിപ്പിച്ച രീതി ആത്മാഹുതി ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോൾ പോലും വംശഹത്യയിൽ ആ ചോരയിൽ എനിക്ക് പങ്കില്ല എന്ന് പ്രഖ്യാപിക്കലാണ് ആത്മാഹുതിയിലൂടെ ഒരു അമേരിക്കൻ സൈനികൻ. എന്തായാലും നമ്മുടെ വാർത്തായാത്ര പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ.